രാവിലെ നോക്കിയപ്പോൾ പപ്പ ഒരു ചക്ക അവിടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു ചുളയെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി ഞങ്ങൾ നേരെ വെച്ച് പിടിക്കുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? നമ്മുടെ അച്ചായൻ്റെ വീട്ടിലേക്ക്. ദേ ഈ കിടക്കുന്ന സംഭവം കണ്ടോ, ഇതാണ് കല്ലുമ്മക്കായി, ചിലയിടത്തതിന് മുരിങ്ങയിറച്ചി എന്നും പറയും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ്. ഇത് എവിടെ നിന്നാണ് ഇത് കായലിന്റെ നടുക്കുണ്ട്. നടുക്കെന്ന് പറഞ്ഞാൽ മണ്ണിന്റെ പുറത്തേ ഉണ്ടാകത്തുള്ളൂ. മണ്ണിന്റെ പുറത്തും കല്ലേലും കുറ്റിയിലും ഉണ്ടാകും. ഈ കായൽ എന്ത് കിടക്കുന്ന എല്ലാം ഉണ്ടാകും. അതിലിറങ്ങുന്നത് നമ്മൾ ഈ കാല് ഷൂ ഇട്ട് ഈ ഗ്ലാസ് വെക്കും, മുഖത്ത് ഗ്ലാസും വെച്ച് കയ്യോറെ ഇട്ടിട്ട് എടുക്കത്തുള്ളൂ. ഇതിലെ കൈയും കാലും എല്ലാം മുറിഞ്ഞു. ഇപ്പോൾ 6 അടി വെള്ളത്തിൽ കാണും, ചിലപ്പോൾ 8 അടി വെള്ളത്തിൽ കാണും, ചിലപ്പോൾ 3 അടി വെള്ളത്തിലും കാണും, ചിലപ്പോൾ 2 അടി വെള്ളത്തിനകത്തും കിട്ടും. നമ്മളൊരു 6 മണി ഇവിടുന്ന് പോകും, പോയാൽ ഒരു 9 മണി 9 ഒരു ചിലപ്പോൾ 1000 രൂപ കിട്ടും, ചിലപ്പോൾ 2000 രൂപ വകയും കിട്ടും. കൂടും കുറഞ്ഞിരിക്കും. ഇങ്ങനെ സീസൺ ആകുമ്പോൾ നമുക്ക് കൂടുതൽ സുലഭമായിട്ട് കിട്ടും. ഇപ്പോൾ കുറവാണ്. ഇത് വെട്ടിയെടുക്കും അല്ലേ? ഇത് ഇളക്കിയെടുക്കും. ഇളക്കുന്ന ആളവിടെ ഉണ്ട്, അപ്പോൾ ഇളക്കിയെടുക്കും. അപ്പം ആർക്കെങ്കിലും ഇനി കൊല്ലത്ത് വരുമ്പോൾ മുരിങ്ങയിറച്ചി വേണമെങ്കിൽ അച്ചായൻ്റെ നമ്പർ ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ ഇവിടെ വന്ന് വാങ്ങിയാൽ മതി എല്ലാവരും. ഇത് പൊളിക്കണമെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ടാണ് ഇത് പൊളിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ കൈ മുറിയും. അപ്പോൾ ഈ കാണുന്ന ഇതാണ് മുരിങ്ങയിറച്ചി, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഓയിസ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ 350 രൂപ റേറ്റിനൊക്കെ കൊടുക്കുന്നത്. പക്ഷേ സാധനം കുറവാണ്. കൂടുതലാകുമ്പം 300 രൂപ വെച്ചൊക്കെയും കൊടുക്കും. ഇതിൻ്റെ സീസണും കാര്യങ്ങളൊക്കെ ഉണ്ടോ? സീസണുണ്ട്. ഇതിപ്പോൾ ജൂൺ മാസം ആകുമ്പം നമ്മുടെ ഇറച്ചിക്ക് വലിപ്പം വരും. നമ്മുടെ ഏകദേശം നമ്മുടെ കൈയുടെ വെള്ളയുടെ അത്രയൊക്കെ വലിപ്പം വരും. പിന്നെ ഒരു 4-5 മാസത്തേക്ക് നമ്മൾ ആ വലിപ്പത്തിലായിരിക്കും ഇറച്ചി. പിന്നെ ഇതിപ്പോൾ വലിപ്പം കുറവാണ്. ഈ 15 വർഷം കൊണ്ട് ഞങ്ങൾ ഇത് പണി ചെയ്യുന്നുണ്ട്. അതല്ലേ? ഇത് മാത്രമല്ല, ഞങ്ങൾക്ക് മറ്റേ കൊഞ്ചെടുത്ത് കഴി ഉണക്കുന്ന അതുണ്ട്. ഉണക്കൊഞ്ച് പുറത്തോട്ടൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ? പുറത്തുനിന്ന് ആളുകൾ നമ്മുടെ ഇവിടെ ടൂറിസ്റ്റിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെയൊക്കെ ചേച്ചി കുക്ക് ചെയ്യാം? ഫ്രൈ, കറി? ഇത് നമ്മൾ ഫ്രൈ ചെയ്യാനാണെങ്കിൽ വേവിച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കണം. ഒരു 7 മിനിറ്റ് വേവിച്ചാൽ മതി. വേവിച്ചിട്ട് നമ്മൾ മസാലപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില എല്ലാം കൂടെ പുരട്ടി വെച്ച് പൊരിച്ച് വരിഞ്ഞെടുത്താൽ അങ്ങനെ എടുക്കാനാണ്. റോസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഉള്ളിയും പച്ചമുളകും, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ അരിഞ്ഞ്, തക്കാളി എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ട് ഈ വേസ്റ്റ് ഒന്ന് ഒരു 7 മിനിറ്റ് അതിനൊക്കെ വേവിക്കുന്നത് നല്ലതാണ്. വേവിച്ചിട്ട് നമ്മൾ അതിനകത്തോട്ട് ഉള്ളിയും ഇതെല്ലാം കൂടെ വാട്ടി കഴിഞ്ഞിട്ട് അതിനകത്തോട്ടിട്ട് മസാലപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇടുമ്പോൾ മുളക് പൊടി കുറച്ചിട്ടാൽ മതി. മല്ലിപ്പൊടി ഇടുന്നവരില്ല, അങ്ങനെ മല്ലിപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. കുരുമുളക് പൊടി മെയിനായിട്ട്. അതിൻ്റെ ടേസ്റ്റ് ഇത് കുരുമുളക് പൊടിയാണ്. ഇതിൻ്റെ അച്ചാറും ചെയ്യുന്നുണ്ട്. ശരി. ഇതിൻ്റെ അച്ചാർ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അച്ചാറൊക്കെ വേണമെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം കേട്ടോ, അവിടുന്ന് വാങ്ങിയാൽ മതി എല്ലാവരും. അപ്പോൾ ഇതിൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ ഞാൻ അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ല കേട്ടോ.